ഏട്ടാ ഞാൻ 2 ദിവസം വീട്ടിൽ പോയി നിക്കട്ടെ? എന്തിന്? അമ്മയ്ക്ക് തീരെ വയ്യ. അച്ഛനൊന്ന് വരുമോ ചോദിച്ചു. പനിയല്ലേ? അല്ലാതെ മാരക രോഗങ്ങളൊന്നല്ലോ. തൽക്കാലം പോണ്ടട്ടോ. പോയി. ഹലോ അച്ഛാ, ഏട്ടൻ പോണ്ടാന്നാ പറഞ്ഞേ. ഞാൻ വരൂലെന്ന് പറഞ്ഞേട്ടോ അമ്മേനോട്. ശരി അച്ഛാ. ഹലോ. എന്താപ്പം അവിടുത്തെ വർത്താനം? സുഖാണേ. പാടത്ത് കുറച്ച് പണി ഉണ്ടായിരുന്നു. പാഞ്ഞോളം കൊണ്ടാണ് കുടുങ്ങിയിരിക്കണെന്ന്. എന്താ വിളിച്ചേ? അതെ, ഭാര്യക്ക് തീരെ സുഖല്ല. അപ്പൊ മോളോട് 2 ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞെങ്കിൽ ഒരു വലിയ ഉപകാരമാവും. അതിനെന്താ, അവള് വന്നോട്ടെന്നെ. അതിനിപ്പോ ഓനോട് ഓള് ചോദിച്ചപ്പോ ഓൻ പോണ്ടാന്ന് കടുപ്പിച്ച് പറഞ്ഞിക്കണേ. അത് പറഞ്ഞപ്പോ ഓള് കരയാണ്. അത് ശരി. നിങ്ങളൊരു പണി ഫോൺ വെക്ക്. ആയിക്കോട്ടെന്നാ. ഈ എവിടെ ഉള്ളത്? എന്നാ ഈ ഒരു പണി നമ്മുടെ ആ പാലത്തിനങ്ങോട്ട് വാ, ഞാനോട് വരുന്നുണ്ട്. വേണ്ട. എന്താച്ചാ? അവള് നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല. ഒന്നും പറഞ്ഞില്ല? ഇല്ല. ഒന്നും പറഞ്ഞില്ലേ? ഇല്ലേ? ഒന്നും പറഞ്ഞില്ല? ആ പാവത്തിന് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് നിന്റെ പെണ്ണ് നിന്നോട് ചോദിച്ചിരുന്നോ അവളുടെ പേരേക്ക് പോട്ടേന്ന്? ചോദിച്ചിരുന്നോ? കുറച്ചതിൽ ഉളുപ്പുണ്ട ചങ്ങായി എനക്ക്. ഒരു ശ്വാസം അതാണ്ട് വലിക്കുമ്പോ കിട്ടാറായി കഴിഞ്ഞിട്ടല്ലോ എല്ലാം തീർന്നു. അഹങ്കാരത്തിന് ഒരു അഡ്രസ് ഉണ്ടാവില്ല. മര്യാദക്ക് ആ കുട്ടിനെ അതിന്റെ വീട്ടിൽ കൊണ്ടാക്കിക്കോ, അല്ല ഞാൻ കൊണ്ടാക്കും. അന്റെ തന്ത പറഞ്ഞു. ഓ അവള് വൈകുന്നേരമാകുമ്പോഴത്തേക്ക് വീട്ടിലേക്ക് എത്തൂട്ടോ. ആയിക്കോട്ടെ. സ്വന്തം മക്കൾക്ക് നന്മകൾ മാത്രം വരണമെന്നാണ് ഓരോ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ചിലപ്പോൾ വഴക്ക് പറഞ്ഞെന്നിരിക്കും, ചിലപ്പോൾ തല്ലിയെന്നിരിക്കും. അതെല്ലാം അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയണം. എന്നാൽ ജീവിതത്തിൽ എന്നും നന്മകൾ മാത്രം വരും.